കടകളിൽ നിന്നൊക്കെ ഒരുപാട് വില കൊടുത്ത് മേടിക്കുന്ന യോഗേട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട്. സത്യത്തിൽ കടയിൽ കിട്ടുന്ന യോഗേട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലുണ്ടാക്കിയതിന്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പാല് വേണം. നല്ല കട്ടിയുള്ള പാല് തന്നെ അങ്ങ് എടുത്തോ കേട്ടോ. ഞാനിവിടെ 1/2 ലിറ്റർ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ 1/2 ലിറ്റർ പാല് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തു വേണം കേട്ടോ പാല് തിളപ്പിക്കാനായിട്ട്. കാരണം പാട കെട്ടാതിരിക്കും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ. അപ്പോൾ ഇതാ തിളച്ച് വന്നതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുത്ത് പാലൊന്ന് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണേ. അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വറ്റിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ കേട്ടോ നമ്മുടെ യോഗേട്ട് നല്ല കുറുകി കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറ്റി എടുക്കാം. ഇളക്കി കൊടുത്ത് ചൂടാറ്റി എടുക്കണം കേട്ടോ. ഒരുപാട് ചൂടാറി പോകണം. നമ്മുടെ കൈ തൊട്ടാൽ ചൂട് വേണം. ആ ഒരു പരുവത്തിൽ വേണം ഇതിലേക്ക് യോഗേട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പോലെ ഒരു ചെറിയ പാക്കറ്റ് യോഗേട്ട് മേടിച്ച് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. യോഗേട്ടിന് പകരം തൈര് മതിയോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ തൈര് പോരാ കേട്ടോ. യോഗേട്ടിലെ ബാക്ടീരിയ അല്ല തൈരിലുള്ളത്. അതുകൊണ്ട് യോഗേട്ട് തന്നെ മേടിച്ച് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അരിച്ച് വേണം കേട്ടോ. ഒരു ചില്ല് ഭരണിയിലോ അല്ലെങ്കിൽ മൺപാത്രങ്ങളില്ലേ അതിലൊഴിച്ച് വെച്ചാലും നല്ല കട്ടിയായിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ അടച്ച് ഒരു ഓവർനൈറ്റ് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല യോഗേട്ട് കിട്ടും. കുറച്ചും കൂടെ പുളി വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചാൽ മതി. ഓവർനൈറ്റ് വെച്ചാൽ കറക്റ്റ് പുളിയായിരിക്കുമേ. യോഗേട്ട് സെറ്റായതിനു ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഓവർനൈറ്റ് ഓട്സിലോ അല്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കാനോ വെറുതെ കുട്ടികൾക്ക് കൊടുക്കാനോ ഒക്കെ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കേ.